വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ ലബനൻ അതിർത്തി ഭേദിച്ച് ലബനന്റെ മണ്ണിലേക്ക് ഇടിച്ചു കയറി. കവചിത വാഹനങ്ങളും ടാങ്കുകളും ലബനിലേക്ക് കുതിക്കുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന നിയന്ത്രിത ആക്രമണം മാത്രമായിരിക്കുമെന്നാണ് ഇസ്രായേൽ ഭാഷ്യം. ലബനനിലെ ഏറ്റവും വലിയ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ ആക്രമിച്ചു. നിരവധി മരണങ്ങളും ഗുരുതരമായ പരിക്കുകളും അഭയാർത്ഥി ക്യാമ്പിൽ. ലബനീസ് പൗരന്മാരോട് തങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബൈറൂത്തിൽ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം. ഗസയിലെ പോലെ ലബനാനികളെയും ഭവനരഹിതരാക്കുന്നതിന്റെ ആദ്യപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ള തലവൻ പറയുന്നത് ഏത് രീതിയിലുള്ള ഇസ്രായേലിന്റെ കരയുദ്ധത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം സജ്ജമാണെന്നാണ്. ലബനന്റെ പ്രഭാതം പൊട്ടിവിടരുന്നത് ലബനന്റെ മണ്ണിൽ കയറിയ ഇസ്രായേൽ സൈന്യത്തെ കണ്ടുകൊണ്ടാണ്. അന്താരാഷ്ട്ര സമൂഹം യുദ്ധവ്യാപനത്തിനെതിരെ മുറവിളി കൂട്ടുമ്പോഴും ഇസ്രായേൽ തങ്ങളുടെ താന്തോന്നിത്തരവുമായി മുന്നോട്ട് പോവുകയാണ്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം, കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ നടത്തുന്ന മറ്റൊരു അതിരുകടന്ന നടപടിയാണ് ലബനിലേക്കുള്ള കടന്നുകയറ്റം. ഹിസ്ബുള്ള പടയാളികൾക്കും ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കും നേരെ നിയന്ത്രിത ആക്രമണം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും ലബനാനിലും കൊല്ലപ്പെടാൻ പോകുന്നത് നിരപരാധികളായ മനുഷ്യർ മാത്രമായിരിക്കും അറിയാം. കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി ബൈറൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ ലബനനിലെ ജനസാന്ദ്ര പ്രദേശങ്ങളും ലബനനിലെ ഏറ്റവും വലിയ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പും ഇസ്രായേൽ ബോംബുകൾ എരിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രിത ആക്രമണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇസ്രായേലി കടന്നുകയറ്റത്തിന്റെ മുന്നോടിയായി തെക്കൻ ലബനന്റെ ആകാശത്തിൽ തീഗോളങ്ങൾ പാഞ്ഞുപോകുന്നത് കാണാമായിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ലബനോന്റെ ബോർഡറുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തിന്റെ സൂചനയായിരുന്നു ആകാശത്തിലെ തീഗോളങ്ങൾ. മുന്നോട്ടുള്ള പാത സുഗമമാക്കുന്നതിന്റെ അടയാളങ്ങൾ. തിങ്കളാഴ്ച നടന്ന ബോംബിങ്ങുകൾ മുഴുവനും ഇസ്രായേൽ സേനയ്ക്ക് ലബനിലേക്ക് കടന്നു കയറാനുള്ള പാതയൊരുക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഇസ്രായേലിന്റെ കണക്കൂട്ടലിൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ ആളുകളുടെ അംഗബലത്തിലും അവരുടെ കൈവശമുള്ള റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും എണ്ണത്തിലുമാണ്. എന്നാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിഗമനം ഹിസ്ബുള്ളയുടെ ആയുധങ്ങളിൽ ഏകദേശം 60 മുതൽ 70 വരെ ശതമാനം ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇല്ലാതായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ശ്രമത്തിൽ തന്നെ ലബനനെ കീഴടക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനനിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നാൽ ഇസ്രായേൽ സേനയുമായി ഒരു മുഖാമുഖ യുദ്ധം ഇപ്പോൾ നടക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഹിസ്ബുള്ള ഇപ്പോഴും നോർത്തേൺ ഇസ്രായേലിന് നേരെ ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടക്കുന്നത് ഇസ്രായേൽ പട്ടണമായ അവീബിലാണ്. ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റത്തിനും അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് എന്നതാണ് സത്യം. അമേരിക്കയുടെ അഭിപ്രായത്തിൽ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുപോലെ വടക്കൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയാത്ത വിധം ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. അതിനുവേണ്ടി ഹിസ്ബുള്ളയുടെ ശക്തി ഇല്ലാതാക്കാൻ അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ എങ്ങാനും ഹിസ്ബുള്ളയെ സഹായിക്കാൻ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഭീഷണിയും അമേരിക്ക മുഴക്കുന്നുണ്ട്. ലബനന് നേരെയുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് 2006 അന്ന് ഇസ്രായേൽ സൈന്യം ലബനന്റെ 28 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ കടന്നുകയറി. അന്ന് ഇസ്രായേൽ ലബനനെ ശക്തമായ ബോംബാക്രമണത്തിന് വിധേയമാക്കി. ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 158 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. അതിൽ കൂടുതലും സൈനികരായിരുന്നു. അതേസമയം ലബനനിൽ ഒരു മാസത്തെ നീണ്ട ആക്രമണത്തിൽ 1100ഓളം ലബനാനികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സിവിലിയൻ ജനതയായിരുന്നു. അന്നും ഇന്നും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സിവിലിയൻ ജനത മാത്രമാണ്. അത് ഗസയിലായാലും ലബനനിലായാലും സിറിയയിലായാലും യമനിലായാലും എല്ലാം ഒരുപോലെയാണ്.